അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി അൽ-ഫായിസിൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജ് ഉംറയും മഖ്ബൂലും മബ്റൂറും ആവണ്ടേ? അതിന് ഹജ്ജും ഉംറയും കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓരോ ഹാജിമാർക്കും എത്താൻ കഴിയണം എന്നതാണ്. കേവലം ചില കർമ്മങ്ങളും പ്രാർത്ഥനകളും മാത്രമല്ല കേട്ടോ ഹജ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ദബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രിയപ്പെട്ട മാതാവ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ത്യാഗനിർഭരമായ സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ ചരിത്രം. ആ ഒരവസ്ഥയിലേക്ക് വിശ്വാസികളായ ആളുകളെ ആ തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ ഒരു പരീക്ഷണമാണ് സത്യത്തിൽ ഹജ്ജ് കർമ്മത്തിലൂടെ അള്ളാഹു നിർവഹിക്കുന്നത്. അതിലാരെങ്കിലും പരാജയപ്പെട്ടാൽ ഈ കാഴ്ച മുടക്കി പോയി യാത്രകളും ഈ കഷ്ടപ്പാടുകളും ഈ ചെയ്ത അമലുകളെല്ലാം വെറുതെ ആവണം കേട്ടോ. അതുകൊണ്ട് എല്ലാ അമലുകളും കൃത്യമായി നിർവഹിച്ചു. എല്ലാം നമുക്ക് നേതൃത്വം കൊടുക്കാനും പറഞ്ഞു തരാനൊക്കെ ആളുണ്ടായി. എല്ലാം നിർവഹിച്ചാൽ പോലും അള്ളാഹു അത് സ്വീകരിച്ചോണമെന്നില്ല. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ പൈസ അതിനുവേണ്ടി ചിലവാക്കിയത് മുതൽ, അതിനെ കരുതി നിയത്തി ചെയ്തത് മുതൽ നാം അതിനുവേണ്ടി നിർവഹിച്ച മുഴുവൻ കർമ്മങ്ങളും, അതുമായി ബന്ധപ്പെട്ട് നടന്ന യാത്രകൾ, ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യാത്ര, അതുപോലെ ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിപ്പെട്ട സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, കൂടെയുള്ള കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന മാനസികമായ വിഷമങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളാനും ഇതെല്ലാം അള്ളാഹുവിൻ അർപ്പിച്ചുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും ഒരാൾക്ക് സാധ്യമാകുമ്പോഴാണ്, സത്യത്തിൽ അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം സമർപ്പിക്കുമ്പോഴാണ് ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമാവുക. ഇതെല്ലാ ഹാജിമാരും ഹജ്ജുമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നാം ഈ മുടക്കിയ പൈസയും ഈ കഷ്ടപ്പാടുകളും എല്ലാം വെറുതെയാവും. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണെന്ന തിരിച്ചറിവോടെ, എൻ്റെ മുമ്പിൽ ഒരുപാട് വൈതരണികൾ വരും, പിശാചിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും, അതൊക്കെ പല രൂപത്തിൽ കൂട്ടുകാരായും കൂടെ ഉള്ളവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നാം എത്തിപ്പെടുന്ന പ്രദേശങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം മനസ്സിൽ പോലും ഒരു വെറുപ്പ് തോന്നാത്ത വിധം, ഒരാളോട് ഒരു വാക്കുകൊണ്ട് പോലും വിഷമം വരുത്താത്ത രൂപത്തിൽ ഈ കർമ്മം ഞാൻ ഇറങ്ങിത്തിരിച്ചത് അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടിയാണ്, അവന് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണെന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ അവൻ്റെ ഹജ്ജ് ഉംറയും അള്ളാഹു സ്വീകരിക്കും. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പരിശ്രമിക്കുക, ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.